അട്ടപ്പാടി ഭൂമി അനധികൃതമായി സ്വകാര്യ വ്യക്തികൾക്ക് ലഭ്യമായതിന് പിന്നിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയയാണെന്ന അട്ടപ്പാടി സ്വദേശിയും AIDMK പനീർശെൽവം വിഭാഗം സംസ്ഥാന സെക്രട്ടറിയുമായ പി മണികണ്ഠൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അട്ടപ്പാടിയിൽ ലാൻഡ് ട്രൈബ്യൂണൽ തുടങ്ങിയവർ തന്നെ ആദിവാസികൾക്ക് ഭൂമിയും പട്ടയവും ലഭിക്കാനാണ്. എന്നാൽ ആദിവാസി പട്ടയ വിതരണത്തിന്റെ മറവിൽ നടന്നത് തണ്ടപ്പേരുൾപ്പെടെ മാറ്റി ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു നൽകലാണ്. ട്രിബ്യൂണൽ തഹസിൽദാറായ K. മോഹൻകുമാർ ആദിവാസി സമൂഹത്തിനെ വഞ്ചിച്ച് സ്വകാര്യ വ്യക്തികൾക്കായാണ് പ്രവർത്തിച്ചത്. ഒരേ സമയം ദൂരരേഖാ തഹസിൽദാറായും ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാറായും മോഹൻദാസ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കണം. 2 പദവികളും ദുരുപയോഗം ചെയ്താണ് മോഹൻകുമാർ ആദിവാസി ഭൂമി അവർക്ക് നൽകാതെ സ്വകാര്യ മാഫിയകൾക്ക് നൽകിയത്. മോഹൻകുമാറിന്റെ കാലയളവിൽ നൽകിയ എല്ലാ ഭൂമി ഇടപാടുകളും പട്ടയ വിതരണവും പരിശോധിക്കണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു. മോഹൻകുമാർ എന്ന തഹസിൽദാർക്ക് 2 ചുമതലയാണ്. K. മോഹൻകുമാർ ഭൂരേഖ തഹസിൽദാരും അതുപോലെ തന്നെ ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാരുമാണ്. അവിടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് 2 തരം നീതിയാണ്. അത് എന്താണെന്ന് വിശദമായി നിങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. ആദിവാസികൾക്ക് കൊടുത്തിട്ടുള്ള അപേക്ഷയിൽ എത്ര അപേക്ഷകൾക്ക് പട്ടയം വിതരണം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര അപേക്ഷകൾ അവിടെ പെൻഡിംഗ് ആയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, മിച്ചഭൂമിയായി ഹെക്ടർ കണക്കിന് ഭൂമിന് തണ്ടപ്പേര് പിടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചും അന്വേഷണം നടത്തണം. ലീസ് കാലാവധി കഴിഞ്ഞ ഭൂമികൾ, അൺസർവേ ഭൂമികളിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ പട്ടയ വിതരണങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുമാത്രമല്ല, സീനിയോറിറ്റി, ഇപ്പോൾ സീനിയർ സിറ്റിസൺ അതുപോലെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് ഇപ്പോൾ 2020 കൊടുത്ത അപേക്ഷകൾ പെൻഡിങ് ആണ്. പക്ഷേ 21-ലും 22-ലും 23-ൽ കൊടുത്ത അപേക്ഷകൾ വരെ വിചാരണ ചെയ്ത് തീർപ്പാക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ കേസുകൾ മാത്രം എടുക്കും, അത് പെട്ടെന്ന് തീർപ്പാക്കും. പാവപ്പെട്ടവൻ്റെ കാര്യങ്ങളിൽ അവർ ഓഫീസ് കയറി ഇറങ്ങി നടക്കുക എന്നല്ലാതെ യാതൊരു തീരുമാനമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ധിക്കാരപരമായിട്ടാണ് സംസാരിച്ചത്.